എവരിവൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട്. കുറേ പേരല്ല, ഒരു 10-11 ആൾക്കാർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് മുന്നേ. ഇപ്പോൾ വീണ്ടും മെസ്സേജസ് വരുന്നുണ്ട്. ചേച്ചി വർക്ക് ചെയ്തിരുന്ന കമ്പനി അറിയുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു, ചേച്ചി ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക മെസ്സേജൊക്കെ ഇൻസ്റ്റയിൽ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൈസ ചോദിച്ചിട്ട് അതായത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അതിന് 500 രൂപയാണ്. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് മെസ്സേജ് വന്നു എന്ന് എനിക്ക് ആ ഒരു പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിച്ചാൽ അത് ഫേക്ക് ആണോ, കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ ഫേക്കാണ്. എൻ്റെ ഒരു രീതിയിൽ അതൊക്കെ ഫേക്കാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇന്ത്യയിനകത്ത് എന്താ പറയുക അതേപോലെ ഫീ വേണം കാര്യങ്ങൾ കൊണ്ട് എനിക്കൊന്നും അങ്ങനെ മെസ്സേജ് വരിക അല്ലെങ്കിൽ എനിക്ക് കോൾ വരിക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. എൻ്റെ ഒരു ചിന്താഗതിയിൽ അതൊക്കെ ഫേക്കാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും പോവാതിരിക്കുക. ഓക്കെ. അപ്പോൾ എന്താ പറയുക അതേപോലെ ജോബ് കിട്ടിയിട്ട് ഈ ജോബ് കിട്ടിയ ആള് എന്താ പറയുക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്താ പറയുക നിന്റെ വീഡിയോസ് കണ്ടിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു ആൾ ജോയിൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് നിന്റെ വീഡിയോസ് കണ്ടിട്ടാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടാ. കാരണം ഞാൻ അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ജോലി കിട്ടുക. കാരണം ജോലി കിട്ടുക എന്ന് പറയുന്നത് എത്ര ടഫായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ജോബ് കിട്ടുന്ന സമയത്ത് ഞാൻ കുറേ അന്വേഷിച്ചിട്ടും, കാരണം ജോലി ഇല്ലാത്ത ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിലൊരു വില തരാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഞാൻ ജോലി പറയുമ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചിറങ്ങി അപ്പം ജോലി കിട്ടുന്നതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി. പിന്നെ ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ സെറ്റായതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൻ്റെ വ്ളോഗ് ഇട്ട സമയത്ത് എന്താ പറയുക അത് കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ കിട്ടി. അങ്ങനെ കുറേ കമൻസൊക്കെ വന്നു. കാരണം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. ഞാനും കയറുന്നതിനെക്കാട്ടി മുന്നേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇൻഫോ പാർക്ക് ആ രീതിയായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക അങ്ങനെ ജോലി കിട്ടി. അവർ മെസ്സേജ് അയച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി അതിൽ. കാരണം പിള്ളേർക്ക് ജോലി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഫീൽ പ്രൗഡ് അല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ജോലി കിട്ടിയെന്ന് പറയും. അത് ഓഫീസിൽ നിന്ന് അതായത് മുന്നത്തെ എൻ്റെ ഫസ്റ്റ് കമ്പനിയിലൊക്കെ എൻ്റെ ഒരു എന്താ പറയുക വീഡിയോ കണ്ടിട്ട് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ജോലി വേണ്ട അവിടെ തന്നെ ജോലി കിട്ടിയിട്ട് വേണ്ട വെച്ച ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ കണ്ട് തന്നെ. ജോലിക്ക് കയറിയ ആൾക്കാരും ജോലി വേണ്ട വെച്ച ആൾക്കാരും ഉണ്ട് എൻ്റെ വീഡിയോ കണ്ടെന്നെ കേട്ടാ. ഇത് എൻ്റെ സെക്കൻഡ് കമ്പനിയിൽ കിട്ടി. അത് ഓഫീസിൽ നിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോഴേക്ക് അന്ന് വലിയ സബൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്നെ കുറച്ച് ആൾക്കാർ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് അവർക്ക് കളിയാക്കലാവില്ല, പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ നല്ല ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറയണ്ട, അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്താ പറയുക മൈൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നാലൊക്കെ ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ എന്നിട്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നിങ്ങൾ അവിടെ ജോലി കിട്ടിയിട്ട് എൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ചേച്ചിയുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഓഫീസിന് അപ്ലൈ ചെയ്തതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതാ 2 ആൾക്കാർ വേറെ ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുന്നുണ്ട്. അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറയണ്ട കേട്ടോ ഇൻ്റർവ്യൂ ടൈമിൽ. കാരണം ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോകണ്ടല്ലോ. നമ്മൾ ഇനിയിപ്പോൾ ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയണമെന്നില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇനിയും ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ചെയ്തിട്ടുള്ളത് മെഡിക്കൽ കോഡിങ്ങും മെഡിക്കൽ ബില്ലിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ലിസ്റ്റുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികളൊക്കെ 95% നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ്.
അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ജോലി കിട്ടാതെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.